എന്താണോ ഇവനെ കൊണ്ടുപോകാൻ കടത്തിയിരിക്കുന്ന മഞ്ചം, ഇവനെ ഏത് പ്രതലത്തിലാണോ കടത്തിയിരിക്കുന്നത്, എന്താണോ ഇവനെ വലിച്ചു മൂടാൻ കൊണ്ടുപോകുന്നത്, അതിന്റെ പിറകിൽ വ്യാപരിക്കുന്ന വിഷയത്തെ കർത്താവ് തൊട്ടു. ഇന്ന് രാത്രി ഏത് രോഗമാണോ നിങ്ങളെ അലട്ടുന്നത്, ആ രോഗാത്മാവിന് ഇന്ന് രാത്രി കർത്താവ് അഴിച്ചു മാറ്റാൻ പോകുക. യേശു മഞ്ചം തൊട്ടു. ആമേൻ, സ്തോത്രം. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ജനത്തിനെല്ലാം ഭയമുണ്ടായി. ആമേൻ. കാരണം ഇതുവരെ സംഭവിക്കാത്തത്. കാരണം ഇവിടെ ഈ നൈൻ പട്ടണത്തിൽ ആരൊക്കെ മരിച്ചിട്ടുണ്ടോ, ആരൊക്കെ ജീവൻ പോയിട്ടുണ്ടോ, അവരെ എല്ലാം അടക്കിയ ചരിത്രമേ നൈൻ പട്ടണത്തിലുള്ളൂ. യേശു കർത്താവ് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. യെസ്, മഞ്ചം. നിന്നെ വലിച്ചുകൊണ്ട് പോകുന്നത് ചില പാപമാണോ? നിന്നെ വലിച്ചുകൊണ്ട് പോകുന്നത് പാരമ്പര്യ ശക്തികളാണോ? നിന്റെ കുടുംബത്തെ ഇങ്ങനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നതിന് പിറകിൽ ഏതെങ്കിലും പൈശാചികത്വമുണ്ടോ? ഇന്ന് രാത്രി നിന്റെ ശുശ്രൂഷയെ അസഹ്യപ്പെടുത്തുന്ന ഏതെങ്കിലും ദുരാത്മ മണ്ഡലമുണ്ടോ? ഇന്ന് രാത്രി യേശു കർത്താവ് അതേലൊന്ന് തൊട്ടാൽ നീ എഴുന്നേൽക്കും. സ്ത്രീയെ കരയണ്ടെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം യേശുവിന്റെ പക്കലുണ്ട്. ഇന്ന് രാത്രി യേശു കരയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ പക്കൽ നീ കരയുന്ന വിഷയത്തിന് മറുപടിയുണ്ട്. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം. കർത്താവ്, ഇന്ന് രാത്രി ലൈവിലൂടെ ദൈവവചനം കേട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷകൾ ഇതുവരെയും അനുഭവിച്ചുകൊണ്ടിരുന്നു. കർത്താവെ, അനേക വിഷയങ്ങൾക്ക് വേണ്ടി ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു. ഈ ലൈവിലൂടെ കേൾക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരമൊന്ന് തൊടണമേ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.